ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കൂടുതൽ വിശദാംശങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ജയിൽ ചാടിയത്, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഗോവിന്ദച്ചാമിയിൽ നിന്ന് തന്നെ നേരിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ റിമാൻഡിലാകുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിയൂർ ജയിലിലേക്ക് മാറ്റുന്നു എന്നതടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു. അക്കാര്യത്തിലൊക്കെ എന്താണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏതായാലും ഒരു ദിവസം മുഴുവൻ നീണ്ട വാർത്താ പ്രാധാന്യം നേടിയതിന് ശേഷം ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രി കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കും. കാരണം ഈ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ജയിൽ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം അത് ജയിൽ മേധാവിക്കാണ്. ജയിൽ മേധാവിയാണ് ഗോവിന്ദച്ചാമിയെ ജയിൽ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കണ്ണൂരിൽ നിന്ന് വിയൂരിലേക്ക് ഗോവിന്ദച്ചാമിയെ മാറ്റാൻ നേരത്തെ തന്നെ തീരുമാനമായതാണ്. അത്തരത്തിലുള്ള ധാരണകളായിരുന്നു. ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടി തന്നെ വിയൂരിലേക്ക് ഇയാളെ മാറ്റും എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി ഏതായാലും ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുക. കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഗോവിന്ദച്ചാമി ഇത് ആസൂത്രണം ചെയ്തതും ഒപ്പം തന്നെ ഈ ജയിൽ ചാട്ടവും അതിനുശേഷമുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി പോലീസിന്റെ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമായിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ജയിൽ ജീവിതം അടുത്തു. ഒന്നുകിൽ കണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയി തമിഴ്നാട്ടിലേക്ക് പോവുക, അതല്ലെങ്കിൽ മറ്റൊരു ജയിലിലേക്ക് പോവുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ഏതായാലും ആ ജയിൽ ചാട്ട ശ്രമം അത് വിജയിപ്പിക്കാൻ ഗോവിന്ദച്ചാമിക്ക് സാധിച്ചെങ്കിൽ പോലും ഈ പോലീസിന്റെയും നാട്ടുകാരുടെയും കണ്ണുവെട്ടിച്ച് ഗോവിന്ദച്ചാമി പ്ലാൻ ചെയ്തതുപോലെ ഒരു പകൽ മുഴുവൻ കണ്ണൂർ നഗരത്തോട് ചേർന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒളിച്ചിരിക്കുക, പിന്നീട് രാത്രിയോടുകൂടി കണ്ണൂരിൽ നിന്ന് കടന്ന് തമിഴ്നാട്ടിലേക്ക് പോവുക എന്ന ആ പദ്ധതി പൊളിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് ഗോവിന്ദച്ചാമി പിടിയിലാവുകയും ചെയ്യുന്നത്. ഏതായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നാളെ തന്നെ വിയൂരിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി നിഖിൽ, എന്തായാലും ഒരു പകൽ നീണ്ട നാടകീയതയായിരുന്നു. അതിനൊടുവിൽ ഇപ്പോൾ ഗോവിന്ദച്ചാമി റിമാൻഡിലായിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്.